കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു കോമഡി ഡ്രാമ മോഡുള്ള ഒരു ഫിലിമാണ് മന്ദാകിനി എന്ന് പറയുന്നത്. നമ്മൾ കല്യാണത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്നൊരു സിനിമ. അതുപോലെ തന്നെ ഒരു കല്യാണ വീട് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ അന്നേ ദിവസം രാത്രി സംഭവിക്കുന്ന കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. വിനോദ് ലീലയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഷിജു എം ഭാസ്കറാണ്. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ സിനിമോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. ഈ ഭയങ്കരധികം രസകരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയായിട്ടാണ് മന്ദാകിനി എന്ന് പറയുന്നൊരു സിനിമ അനുഭവപ്പെട്ടുണ്ടായിരുന്നത്. ഇനി പെർഫോമൻസ് സൈഡിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അൽതാഫ് സലീം അതുപോലെ തന്നെ അനാർക്കലി മരക്കാറൊക്കെ അവരുടെ വേഷങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. അൽതാഫ് സലീം ആസ് യൂഷ്വൽ തൻ്റേതായിട്ടുള്ള മാനറിസങ്ങൾ, ഡയലോഗ് ഡെലിവറിയിലുള്ള കാര്യങ്ങൾ ആ ഒരു രീതി തന്നെയാണ് പിടിച്ചിരുന്നതെങ്കിൽ അനാർക്കലി കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മോഡിലായിരുന്നു ഈ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൽതാഫിൻ്റെ അമ്മയുടെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. സരിത കുക്കുവിൻ്റെ പ്രകടനം കുറച്ച് മാസ് അപ്പീലൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൽതാഫ് സലീമിൻ്റെ അളിയനായിട്ട് വരുന്ന വിനീത് തട്ടിൽ, അതുപോലെ തന്നെ മേമേര മോനായിട്ട് വരുന്ന കുട്ടി അഖിൽ, ഇവരുടെ കോമ്പിനേഷൻ സീൻസുകളായിരുന്നു. അവരുടെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊള്ളാമെന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ നോക്കിയപ്പോൾ കുറേയധികം ഡയറക്ടേഴ്സ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാൽ ജോസ് ഉണ്ട്. അൽതാഫ് സലീം ഓൾറെഡി ഒരു ഡയറക്ടറാണ്, ഞണ്ടുകളുടെ നാട്ടിലൂടെ വേള ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ ജൂഡ് ആൻ്റണി ജോസഫ് ഈ സിനിമയിലോട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര രസകരമായിട്ട് തോന്നിയത് കാതൽ, അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ ചെയ്തിട്ടുള്ള ജിയോ ബേബി ഈ ഒരു സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. വരെ ഫണ്ണിയായിട്ട് തോന്നിയിരുന്നു ആ ഒരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, കാര്യങ്ങൾ, കോമഡി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ജിയോ ബേബി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൈലോക്ക്, മാസ്റ്റർ പീസ്, രാജാതിരാജൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അജയ് വാസുദേവും ഈ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതും നല്ല രസകരമായിട്ടുള്ളൊരു വേഷം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കാസ്റ്റ് വൈസ് നല്ല രസമായിട്ട് സിനിമ പോയിട്ടുണ്ട്. അതുപോലെ ഗണപതിയുടെ വേഷം എടുത്തു പറയേണ്ടതാണ്, പറയാൻ വിട്ടുപോയി. ഗണപതി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാസ്റ്റുകളും അവരുടെ വേഷങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിബിൻ അശോകാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. രണ്ട് സോങ്ങാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. 2 സോങ്ങും കിഡിലനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു ലവ് ട്രാക്ക് സോങ് വരുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ മോഡ് അനുസരിച്ച് കാണാനായിട്ട് അവർ അവസാനത്തിൽ വരുന്ന ഡബ്സി പാടിയുണ്ടായിരുന്ന ആ ഒരു സോങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ സിനിമയിലോട്ട് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമ ജസ്റ്റ് കണ്ട് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് സിനിമയെ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റുമെങ്കിൽ അത് നമ്മൾ സോൾവ് ആക്കുക. അതിനുശേഷം നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ലൈഫ് ഒന്ന് ക്ലിയർ ആക്കി മുന്നോട്ട് പോവുക. ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ലൈഫ് സുഖമാവാനായിട്ടുള്ള സാധ്യതകളില്ല. സോ എന്തെങ്കിലും വിഷമമുണ്ടോ അത് സോൾവ് ചെയ്യുക, പ്രശ്നമുണ്ടോ അത് തീർക്കുക എന്നുള്ളൊരു മൈൻഡാണ് ഈ ഒരു സിനിമയിലൂടെ കൊണ്ടുവരുന്നത്. സോ ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം ഒരു തോട്ടാണത്, ബട്ട് അത് സിംപ്ലസ്റ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമഡി ഡ്രാമ എൻ്റർടൈനിങ് മൂവി ആയിട്ടാണ് മന്ദാകിനി എന്ന് പറയുന്ന ഒരു ഫിലിം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ തിയേറ്ററിൽ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയല്ല. എന്തെങ്കിലും തിയേറ്ററിൽ പോയിട്ട് കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചിലർക്കിപ്പോൾ ഇത്തരം സിനിമകളോട് ഇപ്പോൾ വലിയ തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, OTT വന്ന് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. അവർക്ക് OTT വന്നാലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാൻ ഒരു സുഖമുള്ള, ഒരു സിമ്പിളായിട്ടുള്ള, വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു രീതിയിൽ പോകുന്ന ഒരു സുഖമുള്ളൊരു മൂവി എന്നുള്ള രീതിയിലാണ് മന്ദാകിനി എന്ന് പറയുന്നൊരു മൂവി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.